കുടുംബത്തെ നോക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ സ്വയം മറന്നു പോകുന്നുണ്ട്. അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അവൾ വേണം, പക്ഷേ അവളെ ആരാണ് ശ്രദ്ധിക്കുന്നത്? എല്ലാവരുടെയും കാര്യങ്ങൾ അവൾ ശ്രദ്ധിക്കും, പക്ഷേ നിനക്ക് സുഖമാണോ എന്ന് അവളോട് ചോദിക്കാൻ പലപ്പോഴും ആരുണ്ടാകലില്ല. കുടുംബ തീരുമാനങ്ങളിൽ അവളുടെ അഭിപ്രായം അവഗണിക്കപ്പെടുന്നത്. കുടുംബത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ അവളുടെ അഭിപ്രായത്തിന് വിലയുണ്ട്, പക്ഷേ പലപ്പോഴും അവൾ പറയുന്നത് കേൾക്കാതെ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നു. എല്ലാവരെയും നോക്കുന്നതിനിടയിൽ സ്വയം മറക്കുന്നത്. ഭർത്താവിൻ്റെയും മക്കളുടെയും ആവശ്യങ്ങൾ അവൾ ആദ്യം നോക്കും. അതിനിടയിൽ സ്വന്തം ആഗ്രഹങ്ങളും വിശ്രമവും പലപ്പോഴും മറന്നുപോകുന്നു. അവളും പരിശ്രമങ്ങളും ആരും ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവൾ ദിവസവും ചെയ്യുന്ന പല കാര്യങ്ങളും ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഒരു ദിവസം എന്തെങ്കിലും ചെയ്യാതെ പോയാൽ അത് എല്ലാവരും ശ്രദ്ധിക്കും. ഒരിക്കലും അവധിയില്ലാത്ത ഒരു ജോലിയാണ് നമ്മുടേത്. രാവിലെ മുതൽ രാത്രി വരെ വീട്ടിലെ ജോലികൾക്ക് അവസാനമില്ല. ക്ഷീണിച്ചാലും വിശ്രമിക്കാൻ കഴിയാതെ അവൾ വീണ്ടും ജോലിയിൽ ഏർപ്പെടുന്നു. നിങ്ങളും നിങ്ങളെ ഫാമിലിയും ഇതുപോലെ തന്നെയാണ്. മക്കളുള്ള വീട്ടിൽ ജോലികൾ തീരാൻ കുറച്ച് സമയമെടുക്കും. ചിലരൊക്കെ പറയാറുണ്ട്, നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജോലികളെല്ലാം വേഗത്തിൽ തീർക്കാം, ഇബാദത്ത് ചെയ്യാം, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാം. പക്ഷേ നമുക്ക് ഉറങ്ങാനുള്ള ടൈം രാത്രി കിട്ടിയിട്ട് വേണ്ടേ നമുക്ക് രാവിലെ എണീക്കാൻ? പക്ഷെ അത് മറ്റുള്ളവരാരും ചിന്തിക്കുന്നില്ല. ചെറിയ മക്കളുള്ളപ്പോൾ നമുക്ക് രാത്രി ഉറങ്ങാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും. പക്ഷേ രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടില്ലെങ്കിൽ അതിനെ കാണാനും കേൾക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ട് നമ്മൾ നേരം വൈകി എന്ന് ആരും ചോദിക്കാറില്ല. മറിച്ച് ഇത്ര നേരം വൈകിട്ടാണോ എണീച്ചത് എന്ന് ചോദിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. രാത്രി നീ ഉറങ്ങിയോ ഇല്ലേ എന്ന് ചോദിക്കാൻ ആളില്ല. പക്ഷേ നമ്മുടെ പങ്കാളി രാവിലെ എണീറ്റതിന് ശേഷം വീണ്ടും ഉറങ്ങുന്നത് കണ്ടാൽ അവരുടെ ബാക്കിയുള്ളവർ നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അവൻ ഇന്നലെ ഉറങ്ങാന്, എന്താ അവൻ ഈ നേരത്തെ കിടന്ന് ഉറങ്ങുന്നത് എന്ന്. പക്ഷേ അപ്പോഴും നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അപ്പോഴും വീണ്ടും പണിയിലാണ്, ജോലിയിലാണ്. നമ്മുടെ ഇബാദത്ത് അവിടെ കിടക്കുകയാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ കിടക്കുകയാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരെ അടുത്ത് പോകാനുള്ള ഒരു മിനിറ്റ് പോലും നമ്മൾക്ക് അവിടെ ബാക്കിയില്ല. ഒരു വശത്ത് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം, ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കണം, വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കണം, മറുവശത്ത് കുട്ടികളെ നോക്കണം, മറുവശത്ത് ഇബാദത്ത് ചെയ്യണം, മറ്റൊരു വശത്ത് വരുന്നവരെയും പോകുന്നവരെയും സൽക്കരിക്കണം. എന്നിട്ടും നമ്മുടെ ജോലി തീരുന്നില്ല. ആ ഒരു സമയം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. ശരീരവേദന, ഉറക്കമില്ലായ്മ, തലവേദന. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എവിടേക്കാണ് ഞാൻ പോകേണ്ടത്? എനിക്കായിട്ടൊരിടം അള്ളാഹു തന്നിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മളെ മക്കളെ ചിലപ്പോൾ അടിക്കും, ചീത്ത പറയും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടോ നമ്മൾ അത് ആലോചിച്ചിരിക്കും, മക്കളെ ഒന്നുകൂടി സമാധാനിപ്പിക്കും. പക്ഷേ ആ സമാധാനത്തിന് അധിക നേരം ആയുസുണ്ടാവില്ല. കുറച്ച് ടൈം കഴിഞ്ഞേക്ക് തന്നെ അവരെന്തെങ്കിലും ചെയ്യും, വീണ്ടും വഴക്ക് പറയും, വീണ്ടും ചീത്ത പറയും. അവർക്കില്ല ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു, വീട്ടിലുള്ളവർക്കും ഫുഡ് കൊടുത്തു കഴിഞ്ഞു. നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിലോ 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിലോ മക്കൾ കരഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ മക്കളെ എടുക്കാനും കൂടിയും നമ്മൾ ഈ വിളമ്പി വെച്ചു കൊടുത്ത ആൾക്കാർ ഉണ്ടാവും. അതിട്ടില്ലതാണ്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് നമ്മൾ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്നാണ് ഞാൻ ഇനി ഇബാദത്ത് ചെയ്യാം, എവിടെ നിന്നാണ് ഞാൻ തുടങ്ങുക? പക്ഷേ നമ്മൾ ഈ ചെയ്യുന്നതിനിടയിൽ അള്ളാഹിനു വേണ്ടി നമ്മൾ ഓരോ ദിക്കറും ഓരോ ഇസ്തിഗ്ഫാറും ചൊല്ലിയാൽ അത് തന്നെ ഒരു ഇബാദത്താണ്. നേരം കിട്ടുന്ന ടൈമിലൊക്കെ നമ്മൾ ഖളാ വീട്ടുക. ഖളാ ആദ്യം വീട്ടണം എന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ അതിനു മുന്നേ നിങ്ങൾ ആ നേരത്തെ നിസ്കാരം ഏതാണോ അത് നിസ്കരിച്ചിട്ട് വേണം നിങ്ങൾ ഖളാ വീട്ടാൻ. ഇതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന്. നമ്മൾ കാണുന്നത് മാത്രമല്ല, നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അത് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. നമ്മൾ വീണ്ടും വീണ്ടും അവരിലേക്ക് അടുക്കാൻ ആ ഒരു സലാത്ത് നമ്മൾ വീണ്ടും 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 ചെല്ലും. ആരൊക്കെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്? കാണുന്നവർ ചുരുക്കമായിരിക്കും. പക്ഷേ നമ്മുടെ സമാധാനത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും സലാത്തും ദിക്റുകളും ഒക്കെ ചൊല്ലി തുടങ്ങും. ആരും മറ്റുള്ളവർക്ക് മുന്നിലെ നല്ലവരല്ല. നമ്മൾ പേടിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. കാരണം അവരുടെ കരച്ചിൽ, ശബ്ദം,
ആഗ്രഹങ്ങൾ എല്ലാം മനസ്സിലൊതുക്കിയ ഒരു റൂമിന്റെ ഉള്ളിൽ കഴിഞ്ഞു കൂടുന്നവരാവും. നേരെ മറിച്ച് പുറമെ സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ ജീവിക്കുന്നവർക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് പുറത്തു പോകാം, വേണ്ടപ്പെട്ടവരെ കാണാം, ഫുഡ് കഴിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പേടിയുള്ളവരോ, നമ്മൾ എങ്ങനെ പുറത്തു പോകും, അവരോട് ചോദിക്കണ്ടേ, അവർ സമ്മതിക്കോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടാവും. രാവിലെ എണീറ്റ പാടന്നെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹി നുശൂർ എന്ന് ചൊല്ലി തുടങ്ങുക. കാരണം അള്ളാഹുവിനെ ആദ്യം തന്നെ നമ്മൾ സ്മരിച്ചു, പിന്നുള്ള കാര്യങ്ങളൊക്കെ പടച്ചോൻ നോക്കിക്കോളും. പിന്നെ നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഇതൊന്നുമില്ലായെങ്കിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, ഇത്രയും മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും മറ്റൊരാളോട് പറയുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുവിനോട് പറയുന്നതാണ്. ഇനി നമുക്ക് പറയാൻ നേരമില്ല, പക്ഷെ അത് അള്ളാഹുവിനറിയാം. അള്ളാഹു കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ വരുന്ന ടൈമിൽ നമ്മൾ ചിലപ്പോൾ അള്ളാഹുവിനെ തന്നെ കുറ്റപ്പെടുത്തും. എന്തുകൊണ്ട് അവർക്ക് സന്തോഷമുണ്ട്, എനിക്ക് സന്തോഷമില്ല, അവരുടെ ലൈഫിൽ എന്തുകൊണ്ട് അങ്ങനെയാകുന്നു, എൻ്റെ ലൈഫിൽ എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു, അങ്ങനെ ഒരുപാട് തീരുമാനങ്ങളും ക്വസ്റ്റ്യൻസും നിറഞ്ഞു വരുമ്പോൾ നമുക്ക് ആകപ്പാടെ ഒരു ചിന്ത വരും, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ജോലിയാണോ ആദ്യം തീർക്കേണ്ടത്, മക്കളെയാണോ നോക്കേണ്ടത്, പുറത്തേക്കാണോ പോകേണ്ടത്, ഹസ്ബൻഡ് തിരിച്ചു വരാറായി, അല്ലെങ്കിൽ ഉമ്മ തിരിച്ചു വരാറായി, അവർ വരുമ്പോൾ അതിന് ഫുഡ് ഉണ്ടാക്കണ്ടേ, അവർക്കിത് വിളമ്പി വെക്കണ്ടേ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഒരു ദിവസം നമ്മൾ ഫുള്ള് പണിയെടുത്ത് പിറ്റേ ദിവസം ആ ചെയ്ത പണിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറ്റപ്പെടുത്തൽ വന്നിട്ടുണ്ടാവും. പക്ഷെ ആ സ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഒരു നേരം ജോലി വൈകിയതെന്ന് ആരും ചോദിക്കാൻ വരാറില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്ത്രീകളാണ്, പക്ഷെ ആദ്യം നമുക്ക് നമ്മളാണ് വലുത് എന്ന ഒരു ചിന്ത വരണം. നമ്മുടെ ജീവിതത്തിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിച്ചിട്ടില്ല ഒരു ജീവിതവും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം ആ ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ പോയി കിട്ടും. അപ്പോൾ നിങ്ങൾ, ഞാനായാലും നിങ്ങളായാലും സമാധാനത്തോടെ എണീക്കുക, സമാധാനത്തോടെ ജോലികൾ ചെയ്യുക. രാവിലെ ഒരു കാരണവശാലും ഭക്ഷണം മുടക്കാതിരിക്കുക. മക്കൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം, ഭർത്താവിന് കൊടുക്കുന്നതിനോടൊപ്പം, മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം നിങ്ങളും ഭക്ഷണം കഴിക്കുക. അതിനുശേഷം മക്കളെ ഉറക്കുക. മക്കളില്ലാത്തവർ അതിനനുസരിച്ച് ജീവിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.